അതൊക്കെ ഒരു വീഡിയോയിൽ തള്ളിയതല്ലേ സാറേ. ഇത് വേറെ ഫ്രഷ്. ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലാത്തായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി. ഫേക്ക് ഇറ്റ് തലേ ദിവസം മറ്റേ ഈ ബയോളജി ഞാൻ ഞെട്ടിയില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അത് ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം എനിക്ക് അടുത്ത് കിട്ടി. എല്ലാം കണക്കാ. അതിൽ കയറി കഴിയുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് അറിയേണ്ട കാര്യമല്ല. ഇവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമൃത് കിട്ടിയ പോലെയാണ് ആൾക്കാർ. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ അത് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇതെങ്ങും എത്തത്തില്ലാത്ത പോലെയാണ് നമ്മൾ എഴുതി വരുമ്പം. അതൊക്കെ അത് തന്നെയാണ് ശരി. നമുക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ നമ്മളെ എങ്ങനെ സ്നേഹിക്കും? ഇത് ഈ ഒരു പരീക്ഷയിൽ നിർത്തേണ്ട 180 OMR ബബിൾ കറുപ്പിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതിനകത്ത് ജോബിൻ സാർ ഇതൊന്നും അറിഞ്ഞിട്ടല്ല. സാറ് കാര്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ അവർ തയ്യാറായിരുന്നു. അന്ന് ഇത് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛന് സ്ഥിരം ജോലി പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അവരത് പറഞ്ഞു. അവരുടെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. കോളേജ് ലൈഫ് ശരിക്കും അടിപൊളിയാണ്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പഠിക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. Brilliant Study Center, India's #1 coaching center for NEET and JEE.